നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. 2026 കേന്ദ്ര ബജറ്റ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് മികച്ച നേട്ടമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഡിഫൻസ് ഓഹരികളുടെ കാര്യമെടുത്താൽ നിക്ഷേപകർക്ക് ഇന്ന് വലിയൊരു ആഘോഷത്തിനുള്ള വകയുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, മെസഗോൺ ഡോക്ക് തുടങ്ങിയ പ്രമുഖ ഓഹരികളെല്ലാം ഇന്ന് 11% വരെയാണ് കുതിച്ചുയർന്നത്. എന്തുകൊണ്ടാണ് ബജറ്റിന് തൊട്ടു മുൻപ് ഡിഫൻസ് സ്റ്റോക്കുകൾ ഇങ്ങനെ പറക്കുന്നത്? പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസ്, മോത്തിലാൽ ഒസ്വാൾ തുടങ്ങിയവർ ഇതിന് വിശദീകരണം നൽകുന്നുണ്ട്. ആദ്യം തന്നെ ഇന്നത്തെ പ്രകടനത്തിലേക്ക് നോക്കാം. ഏറ്റവും വലിയ നേട്ടം കൊയ്തത് ഡാറ്റ പാറ്റേൺസിന്റെ ഓഹരികളാണ്. ഏകദേശം 11% വർധനവ് രേഖപ്പെടുത്തി. BEML ഇൻട്രാഡേയിൽ 8% കുതിച്ചുയർന്നു. മെസഗോൺ ഡോക്ക് 6%-ലധികം നേട്ടം രേഖപ്പെടുത്തി. BEL, HAL എന്നിവർ 4 മുതൽ 5% വരെയാണ് ഉയർന്നത്. ഇവരുടെ റെക്കോർഡ് നിലവാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, BDL തുടങ്ങിയ ഓഹരികളും മികച്ച നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഇതിന് പിന്നിലെ കാരണങ്ങൾ നോക്കാം. പ്രധാനമായും 3 വലിയ കാരണങ്ങളാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തേത് കൂടുതൽ ബജറ്റ് വിഹിതം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ജെഫ്രീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത്തവണത്തെ ബജറ്റിൽ ഡിഫൻസ് സെക്ടറിനായുള്ള മൂലധന ചെലവ് ഏകദേശം 25% വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. മൊത്തത്തിലുള്ള ഗവൺമെന്റ് ചെലവ് 12% കൂടുമെന്ന് കരുതുമ്പോഴാണ് ഡിഫൻസിന് മാത്രം ഇത്രയും വലിയ മുൻഗണന ലഭിക്കുന്നത്. കൂടാതെ ആത്മനിർഭർ ഭാരത് എന്ന ആശയമാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ്. നാവികസേനയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകൾ, മിസൈൽ സിസ്റ്റങ്ങൾ, ഡ്രോണുകൾ എന്നിവയ്ക്കായി വലിയ പദ്ധതികൾ വരാനിരിക്കുന്നു. ഇത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വമ്പൻ ഓർഡറുകൾ ലഭിക്കാൻ കാരണമാകും. എക്സ്പോർട്ട് സാധ്യതകൾ ഒഴിച്ചുകൂടരുത്. ഇന്ത്യ വെറുമൊരു ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറുകയാണ്. ഇതിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മോത്തിലാൽ ഒസ്വാൾ പറയുന്നത് ഈ ബജറ്റിൽ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിനായി പ്രതിരോധ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15%-ലധികം വർധനവ് ഡിഫൻസ് ഫണ്ടിൽ ഉണ്ടായേക്കാമെന്ന് കരുതുന്നു. ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള കമ്പനികളുടെ ഓർഡർ ബുക്ക് ഇനിയും ശക്തമാക്കും. ഏതായാലും ഇന്ന് പ്രീ ബജറ്റ് റാലി ഓഹരികളിൽ കണ്ടത് നിക്ഷേപകർക്കും താല്പര്യമുയർത്തിയിട്ടുണ്ട്. ബജറ്റിനോടനുബന്ധിച്ച് അനലിസ്റ്റുകൾ ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ടാർഗറ്റ് വിലയും നൽകിയിട്ടുണ്ട്. പ്രമുഖ ബ്രോക്കറേജായ നുവാമ ടോപ്പ് ഡിഫൻസ് ഓഹരികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തന്നെയാണ്. നിലവിൽ ഏകദേശം 451 രൂപ നിലവാരത്തിലുള്ള ഈ ഓഹരി അനലിസ്റ്റ് നൽകുന്ന ടാർഗറ്റ് 460 രൂപ വരെയാണ്. 5000 കോടിയിലധികം ലാഭമുള്ള BELന്റെ വാല്യുവേഷൻ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് വളരെ ആകർഷകമാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് യുദ്ധവിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. തേജസ് വിമാനങ്ങളുടെ നിർമ്മാണത്തിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ HALന് 5200 രൂപ മുതൽ 5800 രൂപ വരെയാണ് പുതിയ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. നിലവിൽ 2 ലക്ഷം കോടിയിലധികം വരുന്ന വലിയൊരു ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത്. അടുത്തത് മിസൈൽ നിർമ്മാതാക്കളായ ഭാരത് ഡൈനാമിക്സ് ആണ്. 2026 ആകുമ്പോഴേക്കും 36,000 കോടി രൂപയുടെ ഓർഡറുകളാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഈ ഓഹരിക്ക് 1590 രൂപ മുതൽ 1614 രൂപ വരെയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത്. നാലാമത്തെ ഓഹരി ഡാറ്റ പാറ്റേൺസ് ആണ്. ഡിഫൻസ് ഇലക്ട്രോണിക്സ് മേഖലയിലെ മുൻനിരക്കാരായ ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി വിപണിയിൽ മികച്ച മുന്നേറ്റമാണുള്ളത്. ഡാറ്റ പാറ്റേൺ ഓഹരികൾ 3570 രൂപ വരെ എത്തുമെന്ന് കരുതുന്നുണ്ട്. സെൻ ടെക്നോളജീസ് ഓഹരികൾക്ക് ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നുവാമ നൽകുന്നത്. ഓഹരിക്ക് 1400 രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത്. സോളാർ ഇൻഡസ്ട്രീസ് ഓഹരിക്കും ബൈ എന്ന ശുപാർശ നൽകിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ സ്ഫോടക വസ്തുക്കളുടെയും മറ്റും നിർമ്മാണത്തിൽ ഇവർക്ക് വലിയ മുൻതൂക്കമുണ്ട്. കേന്ദ്ര സർക്കാർ 2029ഓടെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയാക്കി ഉയർത്താൻ ലക്ഷ്യമിടുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും വലിയ അവസരങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. വിപണിയിൽ ചെറിയ ഇടിവുകൾ ഉണ്ടാകുമ്പോൾ ഈ ഓഹരികൾ വാങ്ങുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭകരമാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ നിർദ്ദേശം തേടാൻ മറക്കരുത്.